സമകാലിക ഫുട്ബോളിൽ ബാർസ ഏറ്റവും നല്ല കാലത്തിലൂടെയാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഹാൻസി ഫ്ലിക്കിന്റെ കടന്നുവരവോടെ ടീമിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. തനിക്ക് മുമ്പിൽ അവൈലബിളായ താരങ്ങളെ കോർത്തിണക്കി അയാൾ പലതും വെട്ടിപ്പിടിച്ചു. കാലങ്ങൾക്കു ശേഷം ഒരു മനോഹര ഫുട്ബോളിനെ ബാർസ ആരാധകർ കൺകുളിർക്ക കണ്ടു. ഈ തിരിച്ചുവരവ് അല്പം സ്പെഷ്യലാണ്. ഡാനി ഓൾമോയുടെ ഒറ്റ സൈനിങ് ഉൾപ്പെടെ സാവിശേഷിപ്പിച്ച അതേ സ്ക്വാഡുമായാണ് ഫ്ലിക്ക് ഇത്രയൊക്കെ നേടിയെടുത്തത്. അയാൾക്ക് മുമ്പിലുള്ള താരങ്ങളിൽ വിശ്വസിച്ച് അവർക്ക് നൽകിയ ഡ്യൂട്ടികൾ കൃത്യമായി അവർ നിർവഹിച്ചതോടെ അവിടെ നിന്ന് ബാർസയുടെ നല്ല കാലം തുടങ്ങുകയായിരുന്നു. സാവിക്ക് കീഴിൽ ഫ്ലോപ്പ് എന്ന മുദ്ര കുത്തിയ താരങ്ങൾ പോലും ഫ്ലിക്കിന്റെ ടാക്ടിക്സിനോട് ഇയകിച്ചേർന്നു. ഏത് പൊസിഷൻ എടുത്താലും താരങ്ങൾ 100% നൽകി മത്സരത്തെ കണ്ടതോടെ മാറ്റങ്ങളെല്ലാം പെട്ടെന്നായിരുന്നു. ഒറ്റ സീസൺ കൊണ്ട് തന്നെ ബാർസലോണ തങ്ങളുടെ ആ പഴയ പ്രതാപകാലത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. വരും സീസണിലേക്ക് എത്തുമ്പോൾ ഈ ടീമിനെ അല്പം കൂടി ശക്തിപ്പെടുത്തേണ്ടതുണ്ട്. ടീം നേരിടുന്ന പ്രശ്നങ്ങളെ പരിഹരിച്ച് മികച്ച സൈനിങ്ങുകൾ കൊണ്ടുവരേണ്ടതുണ്ട്. മറുഭാഗത്ത് റിയൽ മാഡ്രിഡ് അടിക്കടെ സൈനിങ്ങുകൾ നടത്തുമ്പോൾ ബാർസലോണ നീക്കോ വില്യംസിന് വേണ്ടി മാത്രമാണ് ചരട് വലിക്കുന്നത്. സ്പെയിനിൽ ലൂയിസ് തരാഹുവിന്റെ അറ്റാക്കിംഗ് കൂട്ടുകെട്ടിനെ ബാർസലോണയിലും ആവിഷ്കരിക്കാൻ മാനേജ്മെന്റ് കിണഞ്ഞു പരിശ്രമിക്കുന്നുണ്ട്. എല്ലാം കൊണ്ടും നീക്കോ ബാർസലോണയിലേക്കെന്ന വാർത്ത ഉറപ്പിച്ചു നിൽക്കവെയാണ് അത്ലറ്റിക്കോ ക്ലബിൽ അയാൾ തന്റെ കരാർ പുതുക്കുന്നത്. പ്രതീക്ഷിക്കാതെത്തിയ ആ തിരിച്ചടിക്ക് ബാർസലോണ മറ്റൊരു രീതിയിൽ തിരിച്ചെഴുതി. മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്നും ഇംഗ്ലീഷുകാരനായ മാർക്കോസ് റാഷ്ഫോർഡിനെ ബാർസലോണ തട്ടകത്തിലെത്തിച്ചു. നീക്കോയുടെ സൈനിങ് പരാജയപ്പെട്ട നിമിഷം റാഷ്ഫോർഡിന്റെ ട്രാൻസ്ഫർ അവിടെ സംഭവിച്ചു. ബാർസയെ സംബന്ധിച്ച് മികച്ചൊരു സൈനിങ് തന്നെയാണത്. ഒരു കാലത്ത് യുണൈറ്റഡിന്റെ മുന്നേറ്റ നിരയുടെ ചാണക്യനായിരുന്ന വിങ്ങുകളിൽ തന്റെ ഓട്ടം കൊണ്ട് എതിരാളികളെ കീഴ്പ്പെടുത്തിയ ഫ്ലിക്കിന്റെ ടാക്ടിക്സിനോട് ഏകിച്ചേരാൻ സാധിക്കുന്ന ഒരു ഒന്നാന്തരം സൈനിങ്. സമീപകാല ഫുട്ബോളിലെ ഏറ്റവും മികച്ച അറ്റാക്കിംഗ് കൂട്ടുകെട്ടുള്ള ബാർസലോണയുടെ മുന്നേറ്റ നിരയിലേക്ക് റാഷ്ഫോർഡിന്റെ കടന്നുവരവ് കൂടിയാകുമ്പോൾ പിന്നെ കൂടുതൽ പറയേണ്ടതില്ലല്ലോ. ഇരുവിങ്ങുകളിലായി യമാലും റാഷ്ഫോർഡും നിലയുറയ്ക്കുമ്പോൾ അറ്റാക്കിംഗ് മിഡ്ഫീൽഡർ റോളിൽ ബാർസലോണക്കായി ഡാനി ഓൾമയും ഫെർമിൻ ലോപ്പസും റാഫിന്യയുമായിരിക്കും കളിമെനയുക. സ്ട്രൈക്കർമാരായി പരിചയസമ്പന്നനായ പോളിഷ് താരം റോബർട്ട് ലെവൻഡോസ്കിയും ഫെറാം ടോറസും ചേർന്ന് ഗോളടിച്ചു കൂട്ടും. അങ്ങനെ ബാർസ അറ്റാക്കിംഗ് നിര പൂർണ്ണ ശക്തരായി കഴിഞ്ഞിരിക്കുന്നു. ലീഗ് തുടങ്ങാൻ ഇനി കുറഞ്ഞ ദിവസങ്ങളെ ശേഷിക്കുന്നുള്ളൂ. ഇനിയൊരു സൈനിങ് ബാർസയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമോ എന്നത് സംശയമാണ്. എങ്കിലും ഈ ടീമിനെ കൊണ്ട് യൂറോപ്പ് കീഴടക്കാൻ സാധിക്കുമെന്ന് തന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത്. കടിഞ്ഞാൻ ഫ്ലിക്കിന്റെ പക്കലായതുകൊണ്ട് തന്നെ ടീമിൽ വലിയ പ്രതീക്ഷയുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ സംഭവിച്ചിരിക്കും.